വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണേഴ്സ് ബഡ്ഡി. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് NCERT സിലബസിലെ 5ാം ക്ലാസ്സിലെ സർഫസ് വാട്ടർ എന്ന ഭാഗമാണ്. ഉപരിതല ജലം. റിവേഴ്സ് നദികൾ, പോൺസ് കുളങ്ങൾ, ലേക്സ് തടാകങ്ങൾ എക്സെട്ര ആർ ദി നാച്ചുറൽ സോഴ്സ് ഓഫ് ഫ്രഷ് വാട്ടർ. നമുക്ക് ഫ്രഷ് വാട്ടർ കിട്ടുന്നതിൻ്റെ നാച്ചുറൽ സോഴ്സ് നദികളും തടാകങ്ങളും കുളങ്ങളുമാണ്. പിന്നെ അതുണ്ട് ഇൻ അഡീഷൻ ടു ഗ്രൗണ്ട് വാട്ടറിൽ നിന്ന് കിട്ടും. മുമ്പേ പറഞ്ഞില്ലേ, കിണറ്റിൽ നിന്ന് കിട്ടും നമുക്ക് എന്നൊക്കെ പറഞ്ഞില്ലേ. അതുകൂടാതെയാണ് നമുക്ക് നദികളിൽ നിന്നും തടാകങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്നത്. ഡു യു എവർ വണ്ടർ ഹൗ റിവർ ഫ്ലോസ്? നിങ്ങൾക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ടോ ഈ നദി എങ്ങനെ ഒഴുകുന്നതെന്ന് തോന്നിയിട്ട്? അങ്ങനെ നിങ്ങൾക്ക് അത്ഭുതം ഉണ്ടായിട്ടുണ്ടോ? റിവർ ഓഫൺ ബിഗിൻസ് ഇറ്റ്സ് ജേർണി ഫ്രം അപ്പ് ഇൻ ദ മൗണ്ടൻസ്. ഉയരമുള്ള മലകളുടെ മുകളിൽ നിന്നാണ് നദി ഒഴുകി വരുന്നത്. ആൻഡ് ഫ്ലോസ് ഡൗൺ അക്രോസ് ദ ലാൻഡ്. എന്നിട്ടതോ ഭൂമിയുടെ ഉപരിതലത്തിലൂടെ ഒഴുകും. മനസ്സിലായില്ലേ? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നദി ഒഴുകുന്നത് ഉയരമുള്ള തലത്തിൽ നിന്നും താഴത്തെ തലങ്ങളിലേക്കാണ്. ഉയരമുള്ള പ്രദേശത്തിൽ നിന്നും താഴ്ന്ന പ്രദേശങ്ങളിലേക്കാണ് വെള്ളം ഒഴുകുന്നത്, നദി ഒഴുകുന്നത്. അതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ആർ ദേ കളക്ടിങ് ഇൻ സം ഏരിയാസ്? ചില പ്രദേശങ്ങൾ അവ ഒന്നിച്ചു കൂടുന്നുണ്ടോ? വെള്ളം എവിടെയെങ്കിലും ഒന്നിച്ചു കൂടുന്നുണ്ടോ? ഡു ദേ ഗ്യാദർ ലൈക്ക് വാട്ടർ ഗ്യാദേഴ്സ് ഇൻ ലാൻഡ്സ്, ലേക്സ്, റിവേഴ്സ് ആൻഡ് സോ ഓൺ? അവ തടാകങ്ങളിലോ നദികളിലോ ഒക്കെ പോലെ ഒരുമിച്ച് കൂടുന്നുണ്ടോ? വാട്ടർ ഫ്ലോസ്, നദി ഒഴുകുന്നു. സ്റ്റോപ്സ്, നിൽക്കുന്നു. ഓർ കേഴ്സ് അക്കോർഡിംഗ് ടു ദി ഷേപ്പ് ഓഫ് ദ ലാൻഡ്, അല്ലെങ്കിൽ വളഞ്ഞൊഴുകും. അക്കോർഡിംഗ് ടു ദ ഷേപ്പ് ഓഫ് ദ ലാൻഡ്, ഭൂമിയുടെ രൂപത്തിനനുസരിച്ച്, ഭൂമിയുടെ ഷേപ്പിനനുസരിച്ചിട്ടാണ് നദി ഒഴുകുന്നത്. ദി ഫ്ലോ ഓഫ് വാട്ടർ ക്യാൻ ഓൾസോ ചേഞ്ച് ദ ഷേപ്പ് ഓഫ് ദ ലാൻഡ്. നദിയുടെ ഒഴുക്കും ഭൂമിയുടെ രൂപത്തെ മാറ്റുന്നുണ്ട്. ഡു യു നോ? നിങ്ങൾക്കറിയാമോ? ദ ലൂണി റിവർ ഒറിജിനേറ്റിംഗ് ഇൻ ദ ആരവല്ലി റേഞ്ച് ഇൻ രാജസ്ഥാൻ. രാജസ്ഥാനിലെ ആരവല്ലി റേഞ്ചിൽ നിന്ന് പുറപ്പെടുന്ന ലൂണി എന്നു പേരുള്ള നദി. ഇറ്റ് ഈസ് ദ ഒൺലി മേജർ റിവർ, ഇന്ത്യൻ റിവർ. അത് ഇന്ത്യയിലെ മേജർ റിവറിലൊന്നാണ്. ദാറ്റ് ഡസ് നോട്ട് ഡ്രൈൻ ഇൻ ദ സീ. കടലിലേക്കല്ല അത് പതിക്കുന്നത്. പിന്നെ എങ്ങോട്ടാണ് അത് പതിക്കുന്നത്? ഇറ്റ് എൻഡ്സ് അപ്പ് ഇൻ ദ മാർഷി ലാൻഡ്സ് ഓഫ് ദ റാൻ ഓഫ് കച്ച് ഇൻ ഗുജറാത്ത്. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് എന്ന് പറയുന്ന മാർഷി ലാൻഡിലാണ് അത് എന്ന് പതിക്കുന്നത്. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന എന്തൊക്കെയാണ്? ഇതാ ഏറ്റവും ഉയരം ഐസ് ക്യാപ്പ്, അതായത് വലിയ പർവ്വതങ്ങളുടെ മുകളിലെ മഞ്ഞ് കൂടിക്കിടക്കും. നമുക്ക് ഉദാഹരണത്തിന് ഹിമാലയത്തിന് ടോപ്പിലെല്ലാം നല്ലപോലെ ഐസൊക്കെ ആണ്, മഞ്ഞ് നിറഞ്ഞു കിടക്കുന്നു. ഹിമത്തിൻ്റെ ആലയമാണ് ഹിമാലയം എന്ന് പറഞ്ഞ പോലെ മഞ്ഞ് നിറഞ്ഞ കുന്നുംപുറങ്ങൾ. അവിടുന്ന് ഐസ് ഇടിഞ്ഞുണ്ട്, അതായത് മഞ്ഞിടിച്ചിലുണ്ടാവും. ഇത് ഗ്ലേഷ്യേഴ്സാണ്. മഞ്ഞിടിച്ചിൽ കൂടി താഴേക്ക് വെള്ളം ഒഴുകി വരും, മഞ്ഞും വെള്ളം കൂടി ഒഴുകി വരുന്നത്. ഇറ്റ് ഈസ് കോൾഡ് ഗ്ലേഷ്യേഴ്സ്. മഞ്ഞിടിഞ്ഞ് വരുന്നതാണ്. പിന്നെ വാട്ടർഫോൾ ഉണ്ടാകാം. പിന്നീട് നദി ഒഴുകുന്നുണ്ട്, റിവർ കാണിക്കുന്നുണ്ട്, നദി ഒഴുകി വരുന്ന നദി കണ്ടില്ലേ. പിന്നെ വാലിയുണ്ട്, നദീതടങ്ങൾ. നദി ഒഴുകി വരുന്ന ഭാഗത്ത് എക്കലൊക്കെ വന്ന് കൂടി സാൻഡ് ഡ്യൂൺസൊക്കെ ഉണ്ടാകും, മണ്ണൊക്കെ കൂന കൂടി നിൽക്കുന്നത് കണ്ടില്ലേ. അതുപോലെ തടാകങ്ങൾ, ലേക്ക് തടാകമാണ്, തടാകങ്ങളുണ്ടാകാം. വെള്ളം കിട്ടാത്ത പ്രദേശങ്ങളിൽ ഡെസേർട്ട് ഉണ്ടാകാം, മരുഭൂമി. അപ്പോൾ അങ്ങനെ ഒഴുകി അത് അവസാനം സമുദ്രത്തിലോ കടലിലോ ഒക്കെ ചെന്ന് ചേരും. ഒബ്സർവ് ആൻഡ് ഫിൽ ഇൻ ദ ടേബിൾ. നെയിം ഓഫ് ദ റിവർ, താഴേക്ക് എഴുതാം നിങ്ങൾ. നെയിം ഓഫ് ദ റിവർ താഴെ. അത് കഴിഞ്ഞാൽ മൂവ്സ് ടുവേഴ്സ് ദി ബേ ഓഫ് ബംഗാൾ. ബേ ഓഫ് ബംഗാളിലേക്ക് ഒഴുകുന്ന നദികളാണെന്ന് വെച്ചാൽ അത് ആദ്യം എഴുതാം. മൂവ്സ് ടുവേഴ്സ് ദി അറേബ്യൻ സീ, അത് ഓരോന്നിൻ്റെയും ടിക്ക് ചെയ്താൽ മതി. ഇവിടെ ഗോദാവരി എങ്ങോട്ടാണ് ഒഴുകുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ ഗോദാവരി ഒഴുകുന്നത് ബേ ഓഫ് ബംഗാളിലേക്കാണ്. അപ്പോൾ നിങ്ങളത് എഴുതുന്നുണ്ട്. മൂവ്സ് ടുവേഴ്സ് ദ ബേ ഓഫ് ബംഗാൾ, ഗോദാവരി മൂവ് ടുവേഴ്സ് ദ ബേ ഓഫ് ബംഗാൾ. അവിടെ ടിക്ക് ചെയ്യണം, ഗോദാവരി മൂവ്സ് ടുവേഴ്സ് ദ ബേ ഓഫ് ബംഗാൾ എന്ന്. പിന്നെയോ നർമ്മദ മൂവ്സ് ടുവേഴ്സ് ദി അറേബ്യൻ സീ. നർമ്മദ അറേബ്യൻ സീയിലേക്കാണ് പോകുന്നത്. ഗംഗ മൂവ്സ് ടുവേഴ്സ് ദിസ് ബേ ഓഫ് ബംഗാൾ. അവിടെ ബേ ഓഫ് ബംഗാൾ എന്ന് എഴുതേണ്ടത്. മനസ്സിലായില്ലേ? മൂവ് ടുവേഴ്സ് ദ ബേ ഓഫ് ബംഗാൾ. ബേ ഓഫ് ബംഗാളിൻ്റെ സ്ഥാനത്ത് ടിക്ക് ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പറയുന്ന ബേ ഓഫ് ബംഗാളിലേക്ക് പോകുന്ന നദികൾ ഏതൊക്കെയാണ്? കൃഷ്ണ നദി ബേ ഓഫ് ബംഗാളിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ കൃഷ്ണ എന്ന് എഴുതാം. താഴെ കൃഷ്ണ നദി എങ്ങോട്ട് ഒഴുകുന്നത്? It moves towards the Bay of Bengal. Then Mahanadi
also move towards the Bay of Bengal. കാവേരി ഓൾസോ മൂവ്സ് ടുവേഴ്സ് ദ ബേ ഓഫ് ബംഗാൾ. പിന്നെ നിങ്ങൾ ബുക്കിൽ എഴുതിയെടുത്താൽ മതി. അറേബ്യൻ സീയിലേക്ക് വന്ന നദികൾ ഏതൊക്കെയാണ്? ഇൻഡസ് റിവർ, നർമ്മദ റിവർ, സബർമതി റിവർ, താപി റിവർ, പൂർണ്ണ റിവർ, ഇവയെല്ലാം തന്നെ അറേബ്യൻ സീയിലേക്ക് പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നോട്ട്ബുക്കിൽ എഴുതിയെടുത്താൽ മതി. ലൈഫ് ഇൻ ദ വാട്ടർ, ജലത്തിലെ ജീവനെ. അഫ്രീൻ നോട്ടീസ് ദാറ്റ്, അഫ്രീൻ കണ്ടു ദാറ്റ് ദ റെയിൻ ഹാഡ് ഫിൽഡ് അപ്പ് ദ പോണ്ട് നിയർ ദ സ്കൂൾ ഗ്രൗണ്ട്. സ്കൂൾ ഗ്രൗണ്ടിൻ്റെ അടുത്തുള്ള ആ പോണ്ടുണ്ടല്ലോ, ആ കുളം, അത് വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഷീ കോൾഡ് ഔട്ട് ടു ജ്യോതി, അവൾ ജ്യോതിയെ വിളിച്ചു. കം ആൻഡ് ലുക്ക്, ഒന്ന് നോക്കിക്കേ. ദേ കുഡ് സീ ടൈനി ഫിഷ് സ്വിമ്മിങ്, അവർ കണ്ടു കുഞ്ഞ് മീൻ ഓടിക്കളിക്കുന്നു. ആൻഡ് എ സ്മോൾ ഫ്രോഗ് സിറ്റിംഗ് ഓൺ എ ലോട്ടസ് ലീഫ്, ഒരു കുഞ്ഞു തവള താമര ഇലയുടെ മുകളിലിരിക്കുന്നു. ഇറ്റ് ഈസ് വണ്ടർഫുൾ, ഇത് അത്ഭുതകരമാണ്. ടു സീ വെറൈറ്റി ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ലിവിങ് ഇൻ വാട്ടർ, എന്താ അത്ഭുതകരം? വെള്ളത്തിൽ ജീവിക്കുന്ന സസ്യജാലങ്ങളെയും ജന്തുജാലങ്ങളെയും കണ്ടുകൊണ്ടിരിക്കുന്ന അത്ഭുതകരമാണ്, കാണുന്ന അത്ഭുതകരമാണ്. ഹൗ ആർ ദേ ഡിഫറൻറ്റ് ഫ്രം ദോസ് ലിവിങ് ഓൺ ലാൻഡ്? കംപ്ലീറ്റ് ദ ഫോളോവിങ് ടേബിൾ, ഈ പറയുന്ന ടേബിൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം. ഡിസ്കസിങ് വിത്ത് പിയേഴ്സ് അബൌട്ട് ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ആനിമൽസ് ഓൺ ലാൻഡ് ആൻഡ് ആനിമൽസ് ഇൻ വാട്ടർ, വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന മൃഗങ്ങളെ ജന്തുക്കളെയൊക്കെ സംബന്ധിച്ചുള്ള വ്യത്യാസങ്ങൾ നിങ്ങൾ പരസ്പരം ചർച്ച ചെയ്ത് വേണം എഴുതാനായിട്ട്, കേട്ടോ. നമുക്ക് അതൊന്ന് എഴുതി നോക്കാം. ആദ്യം നമുക്ക് ആനിമൽസ് ഓൺ ലാൻഡിനെ പറ്റി പറയാം. നിങ്ങളതൊന്ന് എഴുതിയെടുത്തോണേ. ആനിമൽസ് ഓൺ ലാൻഡ് ഹാവ് ലിംസ്, ലങ്സ് ആൻഡ് സ്കിൻ ഫോർ വാക്കിംഗ്, റണ്ണിങ് ആൻഡ് ബ്രീതിങ് എയർ. ഒന്നും കൂടി പറയാം. ആനിമൽസ് ഓൺ ലാൻഡ് ഹാവ് ലിംസ്, ലങ്സ് ആൻഡ് സ്കിൻ ഫോർ വാക്കിംഗ്, റണ്ണിങ് ആൻഡ് ബ്രീതിങ് എയർ. രണ്ടാമത്, ആനിമൽസ് ഓൺ ലാൻഡ് ബ്രീത്ത് എയർ യൂസിങ് ലങ്സ്. ആനിമൽസ് ഓൺ ലാൻഡ് ബ്രീത്ത് എയർ യൂസിങ് ലങ്സ്. മൂന്നാമത്തത്, ആനിമൽസ് ഓൺ ലാൻഡ് ഹാവ് ഐസ്, ears, nose as sensory organs. Animals on land have eyes, ears and nose as sensory organs. അവയ്ക്ക് കണ്ണും ചെവിയും മൂക്കും ഉണ്ട്, സെൻസറി ഓർഗനായിട്ട്. നാലാമത്തെ, റെഗുലേറ്റ് ബോഡി ടെമ്പറേച്ചർ യൂസിങ് ഫർ. ആനിമൽസ് ഓൺ ലാൻഡ് റെഗുലേറ്റ് ബോഡി ടെമ്പറേച്ചർ യൂസിങ് ഫർ, ഫെതേഴ്സ് ഓർ എനി അതർ ഇൻസുലേഷൻസ്. ശരീരത്തിൻ്റെ ബോഡി ടെമ്പറേച്ചർ നിലനിർത്താനായിട്ട് ഫർ ഉപയോഗിക്കും, ഫെദർ ഉണ്ടാകും, അല്ലെങ്കിൽ മറ്റ് ഇൻസുലേഷൻസ് ഒക്കെ ഉണ്ടാകും. നമുക്കാണെങ്കിൽ സ്കിന്നില്ലേ, അതുപോലെ. ഇനിയും ആനിമൽസ് ഓൺ വാട്ടറിനെ പറ്റി പറയാം. അത് നിങ്ങൾ എഴുതിയെടുക്കണം, കേട്ടോ. ഹാവ് ഫിൻസ്, ഫ്ലിപ്പേഴ്സ് ആൻഡ് ഗിൽസ് ഫോർ സ്വിമ്മിങ്. ആനിമൽസ് ഇൻ വാട്ടർ ഹാവ് ഫിൻസ്, ഫ്ലിപ്പേഴ്സ് ഉണ്ട്, ആൻഡ് ഗിൽസ് ഫോർ സ്വിമ്മിങ്, ഡൈവിങ് ആൻഡ് ബ്രീതിങ്. ഫ്ലിപ്പേഴ്സ് എന്തിനാണുള്ള? തിമിംഗലത്തിനാണ് ഫ്ലിപ്പേഴ്സ് ഒക്കെ, കേട്ടോ. എക്സ്ട്രാക്ട് ഓക്സിജൻ ഫ്രം വാട്ടർ യൂസിങ് ഗിൽസ്. അവ ഗിൽസ് ഉപയോഗിച്ച് ജലത്തിൽ നിന്നും ഓക്സിജനെ സ്വീകരിക്കുന്നു. ഹാവ് ഐസ്, അവയ്ക്ക് കണ്ണുണ്ട്. ലാറ്ററൽ ലൈൻസ് ആൻഡ് അതർ സെൻസറി ഓർഗൻസ്. അവ വെള്ളത്തിൽ ജീവിക്കുന്നവയ്ക്കാണ് ഉള്ളത്. മീനിനൊക്കെ ലാറ്ററൽ ലൈൻസ് ഉണ്ട്. 4, റെഗുലേറ്റ് ബോഡി ടെമ്പറേച്ചർ യൂസിങ് സ്പെഷ്യലൈസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം. പ്രത്യേകിച്ചുള്ള സർക്കുലേറ്ററി സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ് ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യുന്നു. ഓർ അതർ അഡാപ്റ്റേഷൻസ്, അല്ലേ മറ്റ് അനുകൂലങ്ങളുമുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങളൊന്ന് ബുക്കിൽ എഴുതിയെടുക്കണം, എന്നിട്ട് പഠിക്കണം, കേട്ടോ. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ക്ലാസ്സേ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.